2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ടാണ് 2025 ഡിസംബർ മാസത്തിൽ നടക്കുന്ന ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും നോക്കിക്കാണുന്നത്. 2025 ഡിസംബർ 9, 11 എന്നീ തീയതികളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യ 7 ജില്ലകളിൽ ഡിസംബർ 9 വോട്ടെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കിയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 11 വോട്ടെടുപ്പ് നടക്കുന്നത്. 14 ജില്ലകളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ 13 ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മൂർച്ചയേറിയ പോരാട്ടം നടക്കുന്ന തദ്ദേശ സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന ജില്ലയിലെ കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത്. തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ വാർത്താ പ്രാധാന്യം നേടാവുന്ന ഒരു പദവിയുമാണ്. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഭരണം നേടുക എന്നുള്ളതിന്റെ വിലയിരുത്തലും പ്രീപോൾ സർവേയുമാണ് ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. 2015 20 BJP വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം. അതിനാൽ തന്നെ തികച്ചും വാശിയേറിയ പ്രവചനത്തിന് അതീതമായ ഒരു ത്രികോണ പോരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടതുമുന്നണിയുടെയും CPM-ന്റെയും നിയന്ത്രണത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം. 2015 43 സീറ്റുകൾ നേടി ഏറ്റവും വലിയ മുന്നണിയായ ഇടതുമുന്നണിക്ക് പക്ഷേ ആകെയുള്ള സീറ്റുകളുടെ പകുതിയിലധികം നേടുവാൻ സാധിച്ചില്ല. BJP രണ്ടാമത് തൊട്ട് പിന്നിലായി 35 സീറ്റുകളുമായി ഇവിടെ നിലയുറപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF കേവലം 21 സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും 2015 വിജയിച്ചു കയറി. ഇനി ഏറ്റവും ഒടുവിലായി നടന്ന 2020 തെരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് അല്ലെങ്കിൽ സീറ്റ് നിലയിലേക്ക് വരുമ്പോൾ CPM കേവല ഭൂരിപക്ഷം മറികടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ആകെയുള്ള 100 സീറ്റുകളിൽ 51 സീറ്റുകളാണ് CPM നേടിയെടുത്തത്. BJPയുടെ സീറ്റെണ്ണത്തിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടായി 34 സീറ്റോടുകൂടി അവർ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസിനാണ് വലിയ പരാജയമുണ്ടായത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 21 നിന്ന് അവരുടെ സീറ്റ് നില കേവലം 10ലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. 2015 തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രനാണ് വിജയിച്ചു കയറിയതെങ്കിൽ 2020 ആയപ്പോഴേക്കും വിജയിച്ചു കയറിയ സ്വതന്ത്രന്മാരുടെ എണ്ണം 5 ഉയരുകയും ചെയ്തു. 2025 തെരഞ്ഞെടുപ്പിൽ വാർഡ് പുനർവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 101. 2020 തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം നേടിയപ്പോൾ CPM ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു മേയറെ നിയമിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയും ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്ന ഖ്യാതിയും നേടിക്കൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ പദവിയിലേക്ക് CPM പ്രതിനിധിയായി 2020 എത്തിച്ചേർന്നത്. എന്നാൽ തുടർന്നിങ്ങോട്ട് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഭരണം അടിമുടി പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. ആര്യ രാജേന്ദ്രന്റെ വ്യക്തിപരമായ ധാർഷ്ട്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ CPM-ന് വലിയ തിരിച്ചടിയായതും നാം കണ്ടിട്ടുണ്ട്. നഗരഭരണത്തിൽ പോരായ്മകൾ സംഭവിച്ചു എന്നതിനപ്പുറം ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും മേയർക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടായി. ഒരു രാഷ്ട്രീയ പ്രവർത്തക, പൊതുപ്രവർത്തക, CPM കേഡർ എന്നതിനുപരിയായി സ്വയം ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് ആര്യ രാജേന്ദ്രൻ 5 വർഷവും അധികാരം ആസ്വദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആര്യയുടെ സാന്നിധ്യം 2025 തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞതും CPM തന്നെയാണ്. അതിനാൽ തന്നെ ആര്യ രാജേന്ദ്രനെ കോഴിക്കോട്ടേക്ക് ഭർത്താവിന്റെ നാട്ടിലേക്ക് ഭർത്താവായ സച്ചിൻ ദേവ് MLA-യുടെ തട്ടകത്തിലേക്ക് ചുവട് മാറ്റിച്ചുകൊണ്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം സജീവമാക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും ആര്യയുടെ അസാന്നിധ്യം UDF-ഉം BJP-യും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് UDF വലിയ തിരിച്ചടികൾ ഒരു പതിറ്റാണ്ടിനിടയിൽ നേരിട്ട ഒരു തദ്ദേശ സ്ഥാപനമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. എന്നാൽ തീരെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചിടത്ത് അഭൂതപൂർവമായ പോരാട്ട വീര്യമാണ് UDF 2025 തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നത്. LDF-നെയും BJP-യെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമോ തെരഞ്ഞെടുപ്പ് തീയതികളോ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക UDF പുറത്തിറക്കി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി എന്ന് മാത്രമല്ല, മേയർ സ്ഥാനാർത്ഥിയായി മുൻ MLA കൂടിയായ ശബരിനാഥനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDF ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ NDA LDF മുന്നണികൾക്ക് വളരെ മുൻപേ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുവാനും UDF-ന് സാധിച്ചു.
LDFിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും അവർക്ക് ഏറെ നിർണായകമായ പോരാട്ടമാണ് 2025 തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. BJPയെ സംബന്ധിച്ച് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഭരണം കീഴടക്കാൻ കഴിഞ്ഞാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചുവടുവെപ്പാകുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. BJPയെ സംബന്ധിച്ച് 2015 2020 ലഭിച്ചിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടും അലയടിച്ചത് ഒരു ഇടതു തരംഗമായിരുന്നു. ആ ഘട്ടത്തിൽ പോലും BJPയുടെ സീറ്റ് നിലയിൽ കേവലം ഒരു സീറ്റിന്റെ കുറവാണുണ്ടായത്. CPMന് നേട്ടമുണ്ടാക്കാനായത് UDFിന്റെ പക്കലിരുന്ന 11 സീറ്റുകൾ പിടിച്ചെടുത്തതുകൊണ്ടാണെന്നും വിലയിരുത്തപ്പെടുന്നു. അതിനാൽ തന്നെ CPM അധികാരം നിലനിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ BJP ഏതു വിധേനയും ഭരണം തിരിച്ചുപിടിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുക്കുന്നത്. CPMനെ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രന്റെ സാന്നിധ്യവും അവരുടെ നേതൃത്വത്തിൽ നടന്ന ദുർഭരണവും സർക്കാരിനോടുള്ള ജനവിരുദ്ധ മനോഭാവവുമാണ് വെല്ലുവിളിയാകുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ച് വെല്ലുവിളിയാകുന്നത് പാർട്ടിക്കുള്ളിലുണ്ടായിട്ടുള്ള ആഭ്യന്തര തർക്കങ്ങളാണ്. BJP കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളും RSS പ്രവർത്തകൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവവും BJPക്ക് തിരുവനന്തപുരത്ത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ വികസന വിഷയങ്ങൾ പ്രധാനപ്പെട്ട അജണ്ടയാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPക്ക് അധികാരം ലഭിച്ചാൽ, തിരുവനന്തപുരത്ത് ഭരണം ലഭിച്ചാൽ, കോർപ്പറേഷൻ ഭരണം നേടിയെടുത്താൽ തിരുവനന്തപുരത്തെത്തി ഈ നഗരത്തിന്റെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ പ്രകടന പത്രിക പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടകൾ നിലനിർത്തുക എന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ്. BJPയിലെ പോലെ തന്നെ CPMനുള്ളിലും ഉൾപാർട്ടി പോര് രൂക്ഷമാണ്. കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി അനുയായികൾ തമ്മിലുള്ള ശീതയുദ്ധമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ കാര്യങ്ങൾ പരുങ്ങലിലാക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കരുത്തുറ്റ സംഘടനാ സംവിധാനത്തിന്റെ ആനുകൂല്യത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നണിയാകുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും CPM കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നത്. എന്നാൽ CPMനും BJPക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നത് കോൺഗ്രസിന്റെ മികച്ച സ്ഥാനാർത്ഥി നിർണയമാണെന്നും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ജാതി മത രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. വൈഷ്ണായസ്, നേമം ഷജീർ എന്നിവർ ഉൾപ്പെടെയുള്ള ഒരുപിടി യുവ നേതാക്കളുടെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പിന് വലിയ ഉണർവ് നൽകുന്നു എന്ന് മാത്രമല്ല, ചില ജാതി മത സമവാക്യങ്ങളും അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുക തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വോട്ടുകളാകുമെന്ന് അതിനാൽ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ മേൽക്കൈ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് വൈഷ്ണായസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ മുട്ടട എന്ന CPM കോട്ടയിലെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കുവാൻ വേണ്ടി CPMും മേയർ ആര്യ രാജേന്ദ്രനും നടത്തിയ നെറുകെട്ട നീക്കങ്ങളെന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ UDF പ്രധാന ചർച്ചാ വിഷയവുമാക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും കേരളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ആകാംക്ഷയോടുകൂടി ഫലം നോക്കിയിരിക്കുന്ന ഒരു വാർഡ് മുട്ടടയാണ്. CPMന്റെ ഉരുക്കുകോട്ടയിൽ നിന്ന് വൈഷ്ണ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചുവെന്ന് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. ഇനി നാം വിലയിരുത്തേണ്ടത് 2025 സീറ്റ് നിലയുടെ സാധ്യതകളെക്കുറിച്ചാണ്. ആകെയുള്ള 101 സീറ്റുകളിൽ CPMനും ഇടതുമുന്നണിക്കും എത്ര സീറ്റ് പിടിക്കാൻ കഴിയും? BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് എത്ര സീറ്റ് പിടിക്കാൻ കഴിയും? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് എത്ര സീറ്റ് പിടിക്കാൻ കഴിയും എന്നതാണ് വിലയിരുത്തപ്പെടേണ്ടുന്ന വിഷയം. സീറ്റ് കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുള്ള ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് CPMനോട് അവിടെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ്. അത് സംസ്ഥാന സർക്കാരിനോടും ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണം നടത്തിയ ഭരണകൂടത്തോടും ഒരുപോലെ ഒരു വിരോധം നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് CPMന്റെ പ്രചരണങ്ങൾ സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചു എന്നതാണ്. ഇതിനെപ്പോലും വളരെ പുച്ഛത്തോടു കൂടിയാണ് വോട്ടർമാർ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് വസ്തുത. ആര്യ രാജേന്ദ്രനോടുള്ള എതിർപ്പ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്കോ നിഷ്പക്ഷർക്കോ മാത്രമല്ല, CPM ക്യാമ്പുകളിൽ നിന്നും കോട്ടകളിൽ നിന്നും പോലും അവർക്ക് പ്രതികൂലമായി വോട്ട് ചോർത്തും എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങളെ എത്തിക്കുന്നത്. ഇനി സീറ്റ് കണക്കുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള മത്സരവും K മുരളീധരന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണവും കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു മുൻപോട്ട് പോക്കിന് സഹായകരമായി എന്ന് വിലയിരുത്തുവാൻ കഴിയും. കോൺഗ്രസ് മുന്നോട്ട് പോകുമെങ്കിലും നഗരഭരണം കോൺഗ്രസ് പിടിക്കുവാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിലും വിരളമാണെന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ശബരിനാഥന്റെ നേതൃത്വത്തിൽ മത്സരത്തിലിറങ്ങുന്ന കോൺഗ്രസിന് 2015 ഫലത്തെ അപേക്ഷിച്ചും 2020 ഫലത്തെ അപേക്ഷിച്ചും വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ശബരിയുടെ നേതൃത്വത്തിൽ മുരളീധരന്റെ പ്രചരണ മേൽനോട്ടത്തിൽ മത്സരിക്കുന്ന UDFന് 25 മുതൽ 30 സീറ്റുകൾ വരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുക.
ഈ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതിന് കോൺഗ്രസിനെ സഹായിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും നിഷ്പക്ഷരായ BJP വിരുദ്ധരായ സെക്കുലർ വോട്ടുകളുടെ ഏകീകരണവുമാണ്. ഈ രണ്ട് വോട്ടുകളും 2015-ലും 2020-ലും ഒരു വലിയ പരിധിവരെ കീഴടക്കി വെച്ചിരുന്നത് CPM ആണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ CPM-നോട് വിശ്വാസം നഷ്ടപ്പെട്ടു. നിഷ്പക്ഷരായ വോട്ടർമാർക്കും നഗരഭരണത്തിൽ അതൃപ്തിയുണ്ട്, സംസ്ഥാന ഭരണത്തിൽ അതൃപ്തിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസിന് അനുകൂല ഘടകമായി മാറുന്നത്. അങ്ങനെ കോൺഗ്രസ് 25 മുതൽ 35 സീറ്റുകൾ വരെ നേടി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ BJPയുടെ സീറ്റ് നില എത്രയാണെന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. നിലവിൽ BJPക്കുള്ളത് 34 സീറ്റുകളാണ്. ഇതിൽ നിന്ന് വലിയ രീതിയിലൊരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ കുതിച്ചുചാട്ടം BJPക്കും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തലിൽ അറിയുവാൻ കഴിയുന്നത്. 34 സീറ്റുള്ള BJP എങ്ങനെ സംഭവിച്ചാലും 40 മുതൽ 45 സീറ്റുകൾ വരെ ഉറപ്പായും നേടുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തലിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. BJPക്കുള്ളിൽ ശക്തികമായ ചേരിപ്പോരുകൾ ശക്തമാണെങ്കിൽ കൂടിയും വികസനം വരുവാൻ BJPക്ക് ഒരു അവസരം നൽകിക്കൂടെ എന്നുള്ള ചിന്ത വോട്ടർമാർക്കിടയിൽ സജീവമാണ്. ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ അവർക്ക് അനുകൂലമായി ഏകീകരിക്കുന്നതിനോടൊപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗത്തെയും ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ BJPക്ക് ആകർഷിക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് 40 മുതൽ 45 സീറ്റുകളിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുന്നേറ്റത്തിനും BJPയുടെ മുന്നേറ്റത്തിനും ഒരുപോലെ വഴിയൊരുക്കുന്നത് CPMന്റെ തളർച്ചയാണെന്നുള്ളതാണ്. CPMന്റെ സീറ്റ് എണ്ണത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പരമാവധി നേടാൻ കഴിയുക 21 മുതൽ 36 സീറ്റുകൾ വരെയുള്ളതാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തലിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് CPM ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പോലും BJPക്ക് പിന്നിലായി 2ാം സ്ഥാനത്തെ എത്തുകയുള്ളൂ. അവിടെയും കോൺഗ്രസുമായുള്ള അവരുടെ വ്യത്യാസം കേവലം ഒരു സീറ്റ് മാത്രമായിരിക്കും. ഇനി ഏറ്റവും മോശം പ്രകടനം CPM കാഴ്ചവെക്കുകയാണെങ്കിൽ BJPക്കും കോൺഗ്രസിനും പിന്നിലായി 3ാം സ്ഥാനത്തേക്ക് CPM പിന്തള്ളപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല. സമീപകാലത്തെങ്ങും കാണാൻ കഴിയാത്ത വിധമുള്ള വലിയ തിരിച്ചടിയാണ് CPMനെ 2025-ലെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാത്തിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഈ ഘട്ടത്തിലുള്ള വിലയിരുത്തൽ. അവരുടെ പല ഉരുക്കു കോട്ടകളും ഇത്തവണ BJPക്ക് മുന്നിലും കോൺഗ്രസിന് മുന്നിലും അടിയറ വെക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രചരണത്തിനിറക്കുവാൻ പോലും ആത്മവിശ്വാസമില്ലാത്ത നിലയിലാണ് ഭരണവിരുദ്ധ വികാരത്തെ CPM തന്നെ നോക്കിക്കാണുന്നത് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. അതിനാൽ തന്നെ BJPയെ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. തിരുവനന്തപുരം എന്നല്ല, കേരളത്തിൽ ഇതുവരെയും ഒരു കോർപ്പറേഷന്റെ ഭരണത്തിലെത്തുവാൻ BJPക്ക് ഇതുവരെയും സാധിച്ചിട്ടുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുതുജീവനാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോഴുള്ള ഈ സർവേ ഫലം ശരിയാകുകയാണെങ്കിൽ ശബരിനാഥന് മേയറാകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തുവാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ സർവേ വ്യക്തമാക്കുന്നത്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ സർവേ ഫലം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.